ഹരീഷേട്ടാ, ഇപ്പം ഇവിടെയല്ല നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നത്. നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഹരീഷേട്ടനെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ 2 വർഷത്തിലധികമായി. കോവിഡിനൊക്കെ മുമ്പ് ഉള്ള സമയം മുതലേ പരിചയമുണ്ട്. അപ്പം ചോദിക്കട്ടെ, ഹരീഷേട്ടൻ എപ്പോൾ കാണുമ്പോഴും ഇപ്പം ഓഡിയൻസിന് അറിയാം ഹരീഷേട്ടൻ്റെ എനർജി, സ്റ്റേജിൽ ഹരീഷേട്ടൻ വരുമ്പോൾ ഉണ്ടാവുന്ന ആരവങ്ങൾ, ഇതൊക്കെ നമ്മളെല്ലാവരും അത്ഭുതത്തോടെ കാണുന്നതാണ്. ഹരീഷേട്ടന് ഇങ്ങനെ സൈലൻസിലിരിക്കണത് ഇഷ്ടമല്ലേ? സൈലൻസിലിരിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ സ്റ്റേജിൽ അല്ലെങ്കിൽ ഞാൻ പൊതുവേ ആളുകളുടെ ഇടയിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ജനറലി ആരുടെയെങ്കിലും സംസാരിച്ചുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞിരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അതിൽ 2 ആസ്പെക്ട്സ് ഉണ്ട്. ഒരെണ്ണം, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ഇൻസെക്യൂരിറ്റീസ് മാക്സിമം നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഒരുപാട് ഇങ്ങനെ പ്രോബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഒരുപാട് ചിന്തിച്ച് ആവശ്യമില്ലാത്തതൊക്കെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നതൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ്. വേറെ ആരെങ്കിലും വന്നിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക് വരും, അത് സംസാരിക്കും. അങ്ങനെ സോ ഇറ്റ് ഹെൽപ്സ് അല്ലേ. നമ്മൾ സ്വയം ഇൻട്രോസ്പെക്ഷനിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും കുറേ നെഗറ്റീവൊക്കെയാണ് കിട്ടുക. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ കൂടെ ഇരിക്കുക അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യുക, അപ്പോൾ നാച്ചുറലി അതൊരു പോസിറ്റീവ് ഔട്ട്കം ആയിട്ട് വരാറുണ്ട്. അതുകൊണ്ട് അത് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ ഓരോ ആളുകളോട് സംസാരിക്കുമ്പോൾ തോന്നും, ഇപ്പോൾ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആർട്ട് ഫോം എന്തോ ആവട്ടെ, അതിനോട് പോലും ഇടയ്ക്കൊന്ന് ഡിറ്റാച്ച് ചെയ്തിരുന്നാൽ മാത്രമേ നമുക്ക് പിന്നെ വർക്ക് ചെയ്യാൻ തോന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട്. ഹരീഷേട്ടനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം തന്നെ, ഹരീഷേട്ടന് മ്യൂസിക്കിൽ ഇനിയിപ്പം 24 മണിക്കൂർ 365 ദിവസം മതിയാവാത്ത പോലെ തോന്നാറുണ്ട്. കാരണം ഇത്രയധികം കൊതി പാടാൻ ഞാൻ അധികം ആരിലും അങ്ങനെ കണ്ടിട്ടില്ല. അത് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഒരു കോവിഡ് സിറ്റുവേഷനിൽ മാത്രം, ഇപ്പം ഞാൻ എൻ്റെ പരിചയമുള്ള 2 വർഷത്തിന് മുമ്പും അങ്ങനെ തന്നെ ആയിരുന്നു ഹരീഷേട്ടൻ. എന്താ അറിയോ, നമുക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു പാട്ട് പാടണം, അത് കുറച്ച് പേരൊക്കെ കേൾക്കണം, അങ്ങനെ നമുക്ക് ഒരു സ്വീകാര്യത കിട്ടണം, അല്ലെങ്കിൽ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മുടെ മ്യൂസിക് കുറച്ച് പേരിലൊക്കെ റീച്ച് ചെയ്യണം. അതൊക്കെ വളരെ വൈകി മാത്രം സംഭവിച്ചതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. വൈകിയാണെങ്കിലും കുറച്ച് പേരെങ്കിലും എൻ്റെ പാട്ട് കേട്ടു, അത് കുറച്ച് പേരിലേക്ക് എൻ്റെ പാട്ട് എത്തിക്കാൻ പറ്റി. അതൊക്കെ ഞാൻ ഭയങ്കര നന്ദിയോടുകൂടി കാണുന്നതാണെങ്കിൽ പോലും തന്നെ, പക്ഷേ ഒരു ലാർജ് പോർഷൻ ഓഫ് മൈ ടൈം, എനിക്കൊരു 22 വയസ്സുള്ളപ്പോൾ തൊട്ട് ഒരു 38 വയസ്സൊക്കെ ആയപ്പോഴാണ് അറ്റ്ലീസ്റ്റ് മെയിൻ സ്ട്രീമിൽ കുറച്ചെങ്കിലും. അപ്പോൾ ഈ 16 വർഷവും ഞാൻ പാടാറുണ്ട്, പക്ഷേ ദർ വാസ് റിയലിസ്റ്റിക്കലി ആ പാട്ട് ആളുകളിലേക്ക് എത്തിയില്ല എന്നുള്ള ഒരു പ്രശ്നം ശരിക്കും ഒരു ഇമോഷണലി എന്നെ ശരിക്കും എഫക്റ്റ് ചെയ്തൊരു കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്താലാണ് നമുക്ക് നമ്മളുടെ മ്യൂസിക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുക, എന്ത് ചെയ്താലാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുക, അല്ലെങ്കിൽ ഇനി നമ്മൾ ഇതിൽ കൂടുതൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഈ സെൽഫ് ഡൗട്ടൊക്കെ വരുമല്ലോ, ഇനി ഇതല്ലേ ഞാൻ ചെയ്യേണ്ടത്, ഞാൻ വേറെന്തിലേക്കാണെങ്കിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒരു ഭയങ്കര സിവിയർ സെൽഫ് ഡൗട്ടിലൂടെ കടന്നുപോയി ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമുക്കൊരു ഓഡിയൻസിനെ കിട്ടുമ്പോൾ വരുന്ന ഒരു നാച്ചുറൽ ഹ്യൂമൻ റിയാക്ഷനാണ് മാക്സിമം പാടിക്കൊണ്ടിരിക്കുക, മാക്സിമം വീഡിയോസ് ഇടുക, മാക്സിമം പേരിലേക്ക് അത് എത്തിക്കുക, ഇങ്ങനെ ഷെയറിൻ്റെ എണ്ണം കൗണ്ട് ചെയ്യുക, ലൈക്സിൻ്റെ എണ്ണം കൗണ്ട് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇതെന്താ ഇത്രയും പേരൊന്നും ഷെയർ ചെയ്യാത്തത്? എന്തു പാടിയാലും ഷെയറൊന്നും കിട്ടില്ലല്ലോ നമുക്ക്, ചിലതൊക്കെ വർക്കാവുള്ളൂ. അതാണ് എൻ്റെ ഒരു മെയിൻ മോട്ടിവേറ്റർ. കാരണം ശരിക്കും ഞാൻ ആഗ്രഹിച്ച കാലഘട്ടത്തിൽ എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അറ്റ്ലീസ്റ്റ് എൻ്റെ മ്യൂസിക്കിന് വെച്ചാൽ എനിക്കൊരു 10-25 വയസ്സുള്ളപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ഐ ഹാവ് വിഷ്ഡ് ഫോർ ദാറ്റ് മൈ മ്യൂസിക് വാസ് ഹേർഡ്. പക്ഷേ ആ സമയത്തൊന്നും ആഗ്രഹിച്ച പോലുള്ളൊരു ഔട്ട്കം ഒന്നും എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയില്ല, പല കാരണങ്ങളുണ്ട്. അതൊക്കെ കൂടിച്ചേർന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കുറച്ചെങ്കിലും ഒരു എക്സ്പോഷറും കുറച്ചൊരു റീച്ചും ഒക്കെ കിട്ടിയപ്പോൾ അതിലേക്ക് അറിയാതെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പോകുന്നതാണ്. ഇനി എല്ലാ കാലത്തും ഇത് ഉണ്ടാവില്ലല്ലോ, ഒരു ചെറിയ ടൈം വിൻഡോയിൽ കിട്ടുന്ന ഒരു സൗഭാഗ്യമല്ലേ. അപ്പോൾ അത് ആളുകളുടെ റെസ്പോൺസിനോടുള്ള ഹരീഷേട്ടൻ്റെ റിയാക്ഷൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഇങ്ങനത്തെ കോവിഡ് സിറ്റുവേഷനൊക്കെയാണ്, അപ്പോൾ അതുകൊണ്ട് ആളുകളായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ കുറയ്ക്കുന്ന ഒരു സമയമാണ് എല്ലാവരും. ഇപ്പം ഞങ്ങളിപ്പം ഒരുമിച്ച് ഹരീഷേട്ടൻ്റെ കൂടെ ഞാനും ഒന്ന് തൊട്ട് മുമ്പ് പെർഫോം ചെയ്യാനുണ്ട്. അപ്പോൾ എവിടെയൊന്നും ഇറങ്ങാണ്ട് ഞങ്ങൾ നിൽക്കുക. അപ്പോൾ ഹരീഷേട്ടൻ പാടുന്ന കാണാൻ വേണ്ടി ആളുകൾ കാത്തിങ്ങനെ
ഇരിക്കുകയാണ് കോഴിക്കോട് ടൗണിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ നോക്കുമ്പോൾ വെച്ചാൽ ഹരീഷേട്ടൻ ഏതോ ചായ കുടിക്കണ ഏതോ സ്ഥലത്ത് പോയി നിന്നിട്ട് പാടുകയാണ് പുറത്ത് നിന്നിട്ട്. അപ്പോൾ ഹരീഷേട്ടനെ എന്നെയൊക്കെ നോക്കണത് ലക്ഷ്മിയാണ്. അപ്പോൾ ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു, ഈ ഹരീഷേട്ടനെ ഞാനിതെങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നു ചോദിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം ഹരീഷേട്ടൻ എല്ലാവരുടെയും അടുത്താണ്, എല്ലാവരുടെ ഇടയ്ക്ക്. ഇപ്പോൾ നമ്മൾ ജനകീയമായിട്ട് പാടുക എന്നൊക്കെ പറഞ്ഞാൽ ഹരീഷേട്ടന് വേറൊരു ഇപ്പം ഈ മ്യൂസിക് അല്ലാണ്ടൊരു വലിയ ഒരു കരിയർ അപ്പുറം ജോലി അതൊക്കെ നിൽക്കുന്നുണ്ട്. ഹരീഷേട്ടൻ ഈ പറഞ്ഞ ഇപ്പോൾ ഹരീഷേട്ടൻ ഇപ്പോൾ ലൈക്സും ഷെയർസും കൗണ്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഹരീഷേട്ടൻ്റെ വരുമാന മാർഗം ഒരു പക്ഷേ മ്യൂസിക് അല്ല കേട്ടോ. ആയിരുന്നെങ്കിലൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ അല്ല. അങ്ങനെ അല്ലാത്തൊരാൾ ലൈക്കും ഷെയറും കൗണ്ട് ചെയ്യുന്നത് പ്യുവർ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് അല്ലേ? ഹാപ്പിനെസ്സും പിന്നെ വാലിഡേഷനും. എനിക്ക് വേണമെങ്കിൽ സിത്താര വാലിഡേഷൻ ഭയങ്കരമായിട്ട് സീക്ക് ചെയ്യുന്ന ഒരാളാണ്. അത് ഞാൻ ഭയങ്കര ആത്മാർത്ഥമായിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും. നമുക്ക് വെറുതെ പറയാം എനിക്ക് വാലിഡേഷനൊന്നും വേണ്ട, ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് പാടുന്നത്, അങ്ങനെ പറയാനേ എനിക്കിഷ്ടം. അത് എന്നെ തന്നെ അത് പറഞ്ഞ് പലപ്പോഴും ഞാൻ എന്നെ കൺവിൻസ് ചെയ്യാറുണ്ട്, എനിക്ക് ആരും കേൾക്കണ്ട, ഞാൻ മാത്രം കേട്ടാൽ മതി. അത് ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ പറയുന്നതും പലപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ അണ്ടർ ദ സർഫസ് ഓഫ് ദാറ്റ് എനിക്ക് ഒരു വാലിഡേഷൻ ആവശ്യമാണ്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞാലും, ഇനി എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം കഴിഞ്ഞാലും ഐ തിങ്ക് ഐ കണ്ടിന്യൂ ടു സീക്ക് വാലിഡേഷൻ. അപ്പോൾ ആ വാലിഡേഷൻ്റെ ആവശ്യമാണ്. ഇങ്ങനെ നമ്മൾ ലൈക്ക് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ നല്ല കമൻറ്റ് പറയുന്നുണ്ടോ. എനിക്കിപ്പോൾ വാലിഡേഷൻ ഇപ്പോൾ ബോത്ത് വേസ് ഓക്കെയാണ്. നല്ലത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ടച്ച് ചെയ്യാതെ പോകരുത്. എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്തിട്ട് ആരും മൈൻഡ് ചെയ്യാതെ പോകുന്നത് ഐ തിങ്ക് ഇറ്റ് വിൽ സെൻഡ് മീ ടു എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് മെൻറ്റൽ ഫേസ്. ഞാൻ ചെയ്യുന്ന പലതും ഞാൻ എൻ്റെ ഇൻസെക്യൂരിറ്റി കൗണ്ടർ ചെയ്യാൻ ചെയ്യുന്നതാണ്, എൻ്റെ കോൺഫിഡൻസിൻ്റെ റിഫ്ലക്ഷൻ അല്ലാതെ. പലപ്പോഴും അതങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്, ഇയാൾ എന്തൊരു കോൺഫിഡൻ്റ് ആയതുകൊണ്ടായിരിക്കും ഇത് ചെയ്യുന്നതെന്നുള്ള. അതിലേക്ക് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, എൻ്റെ കോൺഫിഡൻസ് ഒരു ഇറ്റ്സ് എ ട്രിഗർ റിയാക്ഷൻ ടു കവർ അപ്പ് മൈ ഇൻസെക്യൂരിറ്റി. എൻ്റെ ഡോമിനൻറ്റ് ഫീലിംഗ് പലപ്പോഴും ഇൻസെക്യൂരിറ്റിയാണ്. ആ ഇൻസെക്യൂരിറ്റീനെ കവർ ചെയ്യാൻ ഉള്ള ഒരു 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 കൺസേർട്ടഡ് റിയാക്ഷനാണ് കോൺഫിഡൻസ് ആയി പുറത്തേക്ക് വരുന്നത്. ഇന്നേറ്റായിട്ട് ഞാനൊരു വളരെ ഞാൻ ഭയങ്കര ആത്മവിശ്വാസമുള്ള മനുഷ്യനല്ല. ഞാനൊരു ഒരു ബിലോ ആവറേജ് ആത്മവിശ്വാസം മാത്രമുള്ള. ഇത് ഈ പറഞ്ഞ ഞെട്ടലോടെ ആയിരിക്കും ഇത്. അല്ല, അത് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന പോലെയാണല്ലോ നമ്മളെ പെർസീവ് ചെയ്യുക, അല്ലെ? നമ്മൾ എങ്ങനെയാണോ നമ്മളെ പ്രൊജക്റ്റ് ചെയ്യുന്നത് അത് ഓഡിയൻസിന്റെ റിയാക്ഷനൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഹരീഷേട്ടൻ അവരുടെ മുമ്പിൽ കൊടുക്കുന്ന ഒരു ഇംപ്രഷൻ. അതെ, അല്ല, കാരണം അതാണ് എനിക്ക് വേണ്ടത്. ഇപ്പോൾ എൻ്റെ ഇൻസെക്യൂരിറ്റി കവറായി പോകണമെങ്കിൽ ആ ഒരു റിയാക്ഷൻ കിട്ടിയാലേ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ സക്സസ്ഫുൾ ആയിട്ടൊരു കോപ്പിംഗ് മെക്കാനിസമായിട്ട് തുടങ്ങിയത് ഐ ഹാവ് നൗ ബീൻ ഏബിൾ ടു കൺവേർട്ട് ദാറ്റ് ഇൻ ടു സംതിങ് വിച്ച് ഇസ് മീനിങ് ഫുൾ ടു മൈസെൽഫ്. കാരണം ആർക്കാണ് കോൺഫിഡൻസ് ഉള്ള ആളെ ഇഷ്ടമല്ലാത്ത? എല്ലാവരും കോൺഫിഡൻസ് ഇസ് നാച്ചുറലി സംതിങ് എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ലേ. അപ്പോൾ പക്ഷേ ഇത് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ്. പലപ്പോഴും എൻ്റെ അകത്ത് തന്നെയുള്ളൊരു ഇൻസെക്യൂരിറ്റി, അപകർഷതാബോധം, പിന്നെ ടെക്നിക്കലി ഒരുപാട് കാലം ഒന്നും ആവാൻ പറ്റാത്തൊരാളുടെ ഫ്രസ്ട്രേഷൻ, ഇതിൻ്റെയൊക്കെ കൗണ്ടറാണ് കോൺഫിഡൻസ് ആയിട്ട് അത് ആക്ച്വലി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലേ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കാരണം ഒരുപാട് വർഷങ്ങൾ എനിക്ക് ഇറ്റ് വാസ് ജസ്റ്റ് എ ഫോർച്യൂൺ ഓഫ് ടൈമിങ് ദാറ്റ് ഐ എം ഏബിൾ ടു ഡു വാട്ട് ഐ എം ഡൂയിങ് റൈറ്റ് നൗ. എങ്ങനെ അല്ലാതെ ആയിരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അല്ലാതെ ഇപ്പോൾ ഉള്ള ഇപ്പോൾ കിട്ടിയ ഒരു ചെറുതാണെങ്കിൽ പോലും ഇപ്പോൾ കിട്ടിയ ഒരു റെക്കഗ്നീഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ഒരു സ്നേഹം, വേറെ തന്നെ ഒരു വഴി തുറന്നു കൊടുത്തു പലർക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അതിനെ ഐ വാല്യൂ ദറ്റ് വെരി ഹൈ. എനിക്ക് ഒരു പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ട് ഇൻസെക്യൂരിറ്റീസ് കവർ ചെയ്യുക, കുറേ വാലിഡേഷൻ സീക്ക് ചെയ്യുക, എന്ത് ചെയ്യുന്ന കാര്യത്തിലും ആ ഒരു കണ്ടിന്യൂസ് വാലിഡേഷൻ സീക്ക് ചെയ്യുക എന്നുള്ളത് ഇന്നേറ്റായിട്ട് എൻ്റെ അത് ഞാൻ അങ്ങനെ പറയാറില്ല. കാരണം പലപ്പോഴും റിയാക്ട് ചെയ്യുന്നത് കോൺഫിഡൻസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് തിങ്. പക്ഷേ അണ്ടർ ദറ്റ് സർഫസ് ഓഫ് ബീങ് എ വെരി കോൺഫിഡൻറ്റ് പേഴ്സൺ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ ഒരു വളരെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള, ഇൻസെക്യൂരിറ്റീസ് ഉള്ള, ഭയങ്കര ഭാവിയെക്കുറിച്ച് അങ്കലാപ്പുള്ള ഒരാൾ ഇതിൻ്റെ അണ്ടർ ദ ഹൂഡ് ഉണ്ട് എന്നുള്ളതാണ് സത്യം. വേറൊരു കാര്യം ചോദിക്കട്ടെ ഹരീഷേട്ടാ, ഈ സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള സ്പേസ്, സിനിമയിൽ
ഹരീഷേട്ടൻ ഒരു പക്ഷേ ഒരു പ്ലേ ബാക്ക് സിംഗറിനേക്കാൾ പോപ്പുലറാണ്. ഹരീഷേട്ടൻ അറിയാത്തതായിട്ട് ആളുകളില്ല. ഹരീഷേട്ടനെ ഒരു സിലോട്ടിൽ കണ്ട പോലും ആളുകൾക്ക് അറിയാവുന്ന, ഞാൻ കണ്ടതാണത്. KMF പരിപാടിക്ക് ഹരീഷേട്ടൻ ഇങ്ങനെ വന്ന് നിന്ന് നിഴൽ കണ്ടപ്പോഴേ ആൾക്കാർ ചെയർ ചെയ്യാൻ തുടങ്ങി. അതൊരു ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ്. ഹരീഷേട്ടനും അത് എൻജോയ് ഉണ്ടാവുന്നതാണ് ഇപ്പോഴത്തെ കോൺവെർസേഷൻ ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും. അപ്പം പിന്നെ ഇപ്പോൾ ഹരീഷേട്ടൻ വരുന്ന സ്ഥലത്ത് ആളുകൾ കൂടുന്നു. ഹരീഷേട്ടൻ വളരെ തുറന്ന മനസ്സോടെ ആളുകൾക്ക് ഫോട്ടോഗ്രാഫ് എടുക്കാനും ഒക്കെ നിന്ന് കൊടുക്കുക, പിന്നെ പെട്ടുപോവുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഒരു കൂട്ടത്തിനിടയിൽ പെട്ടുപോയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും എന്തുകൊണ്ട് സിനിമകളുടെ എണ്ണം ഹരീഷേട്ടന് കൂടുതൽ ഇതിൽ കൂടുതൽ ഞാൻ പാടേണ്ടതാണല്ലോ എന്ന് മറ്റു തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇത് സത്യമായിട്ട് എനിക്ക് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഫിലിം പ്ലേബാക്ക് ആസ് എ മീഡിയത്തിൽ എനിക്ക് അവസരങ്ങൾ കിട്ടണം എന്നുള്ളത്. എന്നുവെച്ചാൽ ഇപ്പോൾ ആഗ്രഹിച്ചതിൻ്റെ ഒരു 20 മടങ്ങ് ഞാനൊരു 10 കൊല്ലം മുൻപ് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല രീതിയിൽ എനിക്കത് മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ സ്വയം അത് സിത്താരിക്കും തോന്നുന്നുണ്ടാവും. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഈ പാട്ട് നമ്മൾ പാടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായനെ, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളത് തൊട്ടും പിന്നെ ഒരു ഷിയർ ഫ്രസ്ട്രേഷൻ. ഒരു തരത്തിലും വർക്ക് കിട്ടുന്നില്ല, ആരും നമ്മളെ കൺസിഡർ പോലും ചെയ്യുന്നില്ല, ആരും നമ്മളെ വിളിക്കുന്നില്ല. ആ ഒരു ഒരു മൗണ്ടഡ് ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു എനിക്കൊരു 15 കൊല്ലം മുൻപ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആരെയും അറിയില്ല. ഐ ആം എ പ്രോപ്പർ ഔട്ട്സൈഡ്. ഞാൻ ബാംഗ്ലൂർ ജീവിക്കുകയാണ്. ഇൻഡസ്ട്രീസ് ഒന്നും ബാംഗ്ലൂരിലല്ല. മലയാളം ഇൻഡസ്ട്രി ആണെങ്കിൽ ഇവിടെയാണ്, തമിഴ് ഇൻഡസ്ട്രി ചെന്നൈയിലാണ്, കന്നഡ ഇൻഡസ്ട്രി ഹാസ് ഇറ്റ്സ് ഓൺ സ്മോൾ ലിറ്റിൽ വർക്കിങ്സ് വിച്ച് ഐ എം നോട്ട് എ പാർട്ട് ഓഫ്. അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചതാണ്. അപ്പോൾ അത് സംഭവിച്ചില്ല. പിന്നീട് എനിക്ക് ദ സെക്കൻഡ് ലെവൽ ഓഫ് ഫ്രസ്ട്രേഷൻ വന്നത് പിന്നീട് കുറച്ച് വർക്ക് എനിക്ക് കിട്ടാൻ തുടങ്ങി. ഞാൻ ഏത് കമ്പോസറിന് പാടിയാലും ആ പാട്ട് വരില്ല എൻ്റെ വോയിസിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിവിയർലി ഡിബിലിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു കോൺഫിഡൻസ് ബ്രേക്കറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മ്യൂസിക് കമ്പോസർ നന്നായി എന്ന് പറയുന്നത് പ്രൊഡ്യൂസറിന് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ വേറൊരു അങ്ങനത്തെ ഈ റിജക്ഷൻ ഫ്രം മൂവീസ് എന്നെ ഭയങ്കര പ്രൊഫൗണ്ടായിട്ട് ഹിറ്റ് ചെയ്ത, എൻ്റെ കോൺഫിഡൻസിനെ ഹിറ്റ് ചെയ്തൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലി നമുക്കറിയാമല്ലോ നമുക്ക് എന്തൊക്കെ നന്നായി ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മളുടെയൊക്കെ പ്രശ്നം വരച്ച് ചില പാട്ട് എനിക്ക് തന്നെ അറിയാൻ നന്നായിട്ടാണ് പാടിയെന്ന് എനിക്ക് സ്വയം അറിയാമല്ലോ. അത് മോശമായിട്ട് പാടി നമുക്കറിയാം, നന്നായിട്ട് പാടി നമുക്കറിയില്ലേ. അപ്പോൾ നന്നായി പാടിയതിനെങ്ങനെ വിളിച്ചിട്ട് നന്നായില്ല എന്ന് പറയുമ്പോൾ അത് ഒരു ഡബിൾ വാമിയാണ്. ഒന്ന് നമുക്ക് നമ്മളുടെ തന്നെ ഈ സെൽഫ് ഈഗോയിൽ നിന്ന് വരുന്ന ഒരു റിയാക്ഷൻ, അതെങ്ങനെയാണ് നിങ്ങൾ പറയുക നന്നായിട്ടില്ലെന്ന് എനിക്കറിയില്ല എന്ന്. രണ്ടാമത്തത് എന്നാലും അയാൾക്ക് ഇത്ര എളുപ്പത്തിൽ എൻ്റെ ഒരു വർക്കിനെ നെഗേറ്റ് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു നിസ്സഹായത, അതൊക്കെ കുറേ സഫർ ചെയ്തിട്ടാണ് ഞാൻ 2010-11 അകം സ്റ്റാർട്ട് ചെയ്ത്. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ലൈക്ക് യു സെഡ്, എൻ്റെ ബാൻഡിൻ്റെ വഴിക്ക് ചെറുതാണെങ്കിൽ പോലും ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ചെറിയ സോൺ ഓഫ് സപ്പോർട്ട്, people who genuinely cared for the music that I created with my band, which due credit to my bandmates for putting that music together. അപ്പോൾ അത് ബാൻഡ് വന്നപ്പോൾ എനിക്ക് പ്ലേ ബാക്കിൽ അവസരങ്ങളില്ല എന്നുള്ളത് ഇറ്റ് സ്റ്റാർട്ട് അഫക്റ്റിംഗ് മീ ലെസർ. കാരണം എനിക്ക് കുറഞ്ഞ തോതിലാണെങ്കിൽ പോലും വേറൊരു തരത്തിലുള്ള റെക്കഗ്നീഷൻ കിട്ടുന്നില്ലെന്നുള്ളത്. പിന്നെയാണ് ഇപ്പോൾ അത് സിത്താര, ഇറ്റ്സ് ഫണി റൈറ്റ്, ഞാൻ 15 വർഷമായിട്ട് ഐ എം സിംഗിങ്. ഭൂരിപക്ഷം എന്നെ അറിയുന്നവർ ഇപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ ഏതോ ഒരു ഒബ്ലീവിയനിൽ നിന്ന് 2019 പെട്ടെന്നൊരു കാർ പാർക്കിൽ പ്രത്യക്ഷപ്പെട്ട ആളാണ് എന്ന് വിശ്വസിച്ച് എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ സ്വീകരണത കിട്ടുന്നെങ്കിലും ഇതൊക്കെ ഇന്നലെ പൊട്ടിമുളച്ചാണെന്ന് പറയുമ്പോൾ എനിക്കതൊരു ഭയങ്കര വിയേർഡായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ അല്ല, അത് ഇത്രയും കാലമായിട്ട് ഇവിടെ ഉണ്ട്. ഇറ്റ് ടുക്ക് എ വെരി വെരി ലോങ് ടൈം ഫോർ സംബഡി ടു ആക്ച്വലി ലിസൺ ടു മീ സിംഗ്. ഇതിപ്പോൾ എക്സമാശ എന്ന് പറയുക, ഞാൻ ഈ മലയാളം പാട്ടുകളെ സകലമായ ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ വെള്ളടി പാർട്ടി അല്ലെങ്കിൽ ആരെങ്കിലും ഗൾഫിൽ നിന്ന് ആരെങ്കിലും തിരിച്ചു വന്നു അല്ലെങ്കിൽ കൂട്ടുകാർ വന്നു, ഇതിനൊക്കെ ഈ പാട്ട് ഞാനിങ്ങനെ കഴിഞ്ഞൊരു 15 വർഷമായിട്ട് പാടിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഈ പ്രാണസഖി എന്നുള്ള പാട്ടില്ലേ, ഞാൻ ഒരു 1612 പ്രാവശ്യം പാടിയതാണ് യൂട്യൂബിൽ വന്നത്. 1611 പ്രാവശ്യം പാടിയത് പലരും ഓൾറെഡി കേട്ടിട്ടുണ്ട്. എൻ്റെ മാത്രം കേസല്ലല്ലോ സിത്താര, ഒരു ആർട്ടിസ്റ്റും പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്ന
ആളല്ലല്ലോ. എല്ലാ അനുഭവങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ടല്ലോ. തീർച്ചയായും. എല്ലാവരും കടന്നുപോയ വഴി എന്ന് പറയുന്നത് ഓരോരുത്തരുടെ അവരവരുടെ സ്റ്റോറീസ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു ദം സത്യം. ആൻഡ് എവറിബഡി സ്റ്റോറി മാറ്റേഴ്സ്. ഞാൻ സിത്താരയുടെ കേസിൽ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് പ്രിപ്പറേഷൻ ദാറ്റ് വിൽ ഗോ ഇൻ ടു ബീങ് ഏബിൾ ടു ഡു ഇങ്ങനെ ഒരു വൈഡ് സ്പെക്ട്രം വർക്ക് ചെയ്യാനുള്ള പ്രിപ്പറേഷനാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്തതും കാണാത്തതും. ഈ പ്രിപ്പറേഷൻ ഇല്ലാതെ വെറുതെ ഒരു ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്ന പോലെ സംഭവിക്കുന്ന ഒരു കാര്യമല്ലല്ലോ ഇത്. ഇതിന് ഒരുപാട് നമ്മുടെ മുമ്പിലേക്ക് ഒരു സിറ്റുവേഷൻ ആണല്ലോ വന്ന് പെടുന്നത്. ഒരു പാട്ട് എന്നുള്ള അർത്ഥത്തിലുള്ള സിറ്റുവേഷൻ അല്ല ഞാൻ പറഞ്ഞത് ചേട്ടാ. നമ്മുടെ മുമ്പിലേക്ക് കുറെ പ്രോബ്ലംസും സിറ്റുവേഷൻസാണ് വരുന്നത്. ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ സ്റ്റുഡിയോയിലാവട്ടെ സ്റ്റേജിലാവട്ടെ നമ്മൾ കൊണ്ട് ഇടുകയാണ് അവിടെ. അപ്പൊ അവിടുന്ന് പുറത്തേക്ക് വരാനുള്ള പോലെ നമ്മൾ എക്യുപ്ഡ് ആവാൻ ഒരുപാട് വർഷത്തെ അതിന് ഈ യൂത്ത് ഫെസ്റ്റിവൽസും അവിടുത്തെ പ്രഷറും ഒക്കെ കാരണമാണ്. അതൊക്കെ പിന്നെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, ഹരീഷേട്ടൻ ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ എല്ലാവരും ഉണ്ടെങ്കിൽ ഒരു കാരണം ഹരീഷേട്ടൻ ടോളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും കൂടുതൽ എല്ലാവരെയും ഇങ്ങനെ എല്ലാവരുടെയും എന്താ പറയുക എല്ലാവരുടെയും സംസാരവും ഒക്കെ ചെന്ന് എത്തുന്നതോ അല്ലെങ്കിൽ തുടങ്ങുന്നതോ ഹരീഷേട്ടനിലേക്ക് മാറാറുണ്ട്. അത് ഹരീഷേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പ്രത്യേകതയായിരിക്കും. പക്ഷേ വളരെ വ്യക്തിപരമായ സൗഹൃദങ്ങൾ വെക്കാറുണ്ടോ ഹരീഷേട്ടൻ? അതോ ഇങ്ങനെ എല്ലാവരോടും സംസാരിക്കാനാണോ ഇഷ്ടം? ഇതിന് സത്യമായ മറുപടി ഞാൻ പറയാം. ഞാൻ ഒരു എന്തിനാ ഞാൻ പലപ്പോഴും എന്നെക്കുറിച്ച് ആലോചിച്ചത്, ഞാൻ താരതമ്യേന ഷാലോ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഡെപ്ത്ത് കുറവാണ്. പേഴ്സണാലിറ്റിയിൽ തന്നെയുള്ള ഒരു ആഴം എന്ന് പറയില്ലേ, ആഴം കുറവുള്ള ഒരു നേച്ചറാണ് എൻ്റേത്. അതിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ എന്നെക്കുറിച്ച് തന്നെ അസസ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്സ് കുറവാണ്. എനിക്ക് കുറച്ചും കൂടിയും വൈഡായിട്ട് ബ്രോഡ് സ്പെക്ട്രമായിട്ട് ഐ എം ഈസി ടു സ്പീക്ക് ടു. എന്നോട് ഇപ്പോൾ സിത്താരിക്ക് എന്നെ അറിയാം കുറച്ച് ദിവസമായിട്ട്. എന്നോട് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ഞാൻ വളരെ ഈസി ടു ഓപ്പൺ അപ്പ് ആണ്. ഞാൻ പൊതുവേ ഉരുളക്കിഴങ്ങ് പോലെയാണ്, എല്ലാ കറിയിലും ഇടാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ. ഞാൻ ഇതൊന്ന് ഒരു ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ ചോദിച്ചോളൂ ചേട്ടാ, കാരണം എന്നോട് ചോദിക്കാറുണ്ട് ആൾക്കാർ. ഇപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളാണല്ലോ സിത്താരിക്ക്, എല്ലാവരോടും സംസാരിക്കുന്നു, എല്ലാവരോടും ചിരിക്കുന്നു. ഇതെങ്ങനെ സാധിക്കും? നിങ്ങൾക്ക് ശരിക്കും കുറച്ച് പേരോടല്ലേ സൗഹൃദം വെക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ നോക്കുമ്പം സൗഹൃദം എന്ന് പറഞ്ഞ വാക്കിനെ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട പോലെ സൗഹൃദം കൂടി ആയിക്കൊള്ളണം എന്നില്ല. അവിടെ നമ്മൾ ഇങ്ങനെ പരന്ന ആളുകളോട് മിണ്ടുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്ന ഒരാളാണ് ഞാൻ. ഇല്ല, തെറ്റില്ല. അതൊരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ആണ്. ഉദാഹരണത്തിന് ഒരുപാട് ആഴത്തിലുള്ള സൗഹൃദങ്ങൾ വെക്കുന്നവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതിനോട് നീതി പുലർത്താനുമുള്ള ഒരു മെൻ്റൽ ടെനാസിറ്റിയും കൂടി വേണം. തീവ്രമായിട്ടുള്ള ഒരു സൗഹൃദങ്ങളിലോ ബന്ധങ്ങളിലോ കാര്യമായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് കുറച്ച് പരന്ന് വിസ്തൃതിയാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അതിലൊരു കാര്യം കൂടി പറയാം, എനിക്ക് തിരിച്ചും അത് മതി. ഇപ്പം ഞാൻ ആഴത്തിൽ ചെല്ലില്ല, പക്ഷെ നിങ്ങളെന്നെ ആഴത്തിൽ ഒരു സൗഹൃദം ഞാനായിട്ട് വേണം. ഞാൻ തിരിച്ച് ഞാനായിട്ടും ആഴത്തിലൊന്നും വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എന്നെ ഒരു 2011 വിളിച്ച ഒരാൾ 2021 വിളിച്ചിട്ട് ഹരീഷെ എനിക്ക് എന്നെ ഒന്ന് എയർപോർട്ടിലൊന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ വരാടാ എന്ന് പറയും. എനിക്ക് ആ 10 വർഷത്തിൽ ഇവൻ ഇപ്പോഴാണോ എന്നെ വിളിക്കാൻ തോന്നിയത് എന്നൊരു ഫീലിംഗ് എനിക്ക് വരില്ല. അവന് വിളിക്കാൻ പറ്റിയില്ല, വിളിക്കാതിരിക്കാൻ അവന് തക്കതായ കാരണം ഉണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ടാണ് വിളിക്കാത്തത്. അതേപോലെ ഞാനും ചിലപ്പോൾ ഒരു 15 കൊല്ലം കഴിഞ്ഞായിരിക്കും ആരെങ്കിലും വിളിക്കുക. അപ്പോൾ നിനക്ക് ഇത്രയും കാലം എന്നെ വിളിക്കാൻ സമയം കിട്ടില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ മറുപടി കിട്ടിയില്ല എന്നായിരിക്കും. എനിക്ക് വേറെ കാര്യങ്ങളുണ്ടായിരുന്നു ചെയ്യാൻ, സമയം കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻസ് കീപ്പ് ചെയ്യുന്നത് എന്നെ ഭയങ്കരമായിട്ട് എന്നെ പുട്ട് ഓഫ് ചെയ്യും. എന്നുവെച്ചാൽ എന്നിൽ കാര്യമായിട്ട് പ്രതീക്ഷ അർപ്പിക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ്കർ ടേം പ്രതീക്ഷ എന്നിൽ അർപ്പിക്കുന്നത് വിഫലമായിട്ടുള്ളൊരു പെർസ്യൂട്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രോഗ്രാമിൽ വിളിച്ചാൽ കറക്റ്റായിട്ട് വരും കേട്ടോ, അങ്ങനെയല്ല. അല്ലെങ്കിൽ ഒരു എന്താ പറയുക സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പോവുകയൊക്കെ ചെയ്യും. പക്ഷേ പൊതുവെ ഒരു ലോങ്ങർ ടേമിൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യാവുന്ന പേഴ്സണാലിറ്റി അല്ല എൻ്റേത്. അരീഷേട്ടനെയാണോ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? എൻ്റെ മോളെയാണ്, പക്ഷെ അത് കഴിഞ്ഞ് എന്നെയാണ്. വീട്ടിലെങ്ങനെയാ ഇത്രയും തിരക്കിനിടയിൽ സമയം എന്ന് പറയുന്നത്, ഫാമിലി ടൈം? എന്താ പറയുക സിത്താര, ഇങ്ങനെ ഇത് ഞാൻ ഒരിക്കലും പറയാത്തൊരു കാര്യമാണ്. ഐ ജസ്റ്റ് റിയലൈസ് ഐ തിങ്ക് ഐ ഷുഡ് സേ ദിസ് കൺസിഡറിങ് ദ ഫാക്ട് ദാറ്റ് ഞാൻ എൻ്റെ പതിവ് കവറപ്സ് ഒന്നും ഇല്ലാതെ സംസാരിച്ച ഒരു കോൺവെർസേഷൻ ആയതുകൊണ്ട് എനിക്ക് എന്താ പറയുക,
സെൻസ് ഓഫ് ടൈം ഭയങ്കര മോശമാണ് സിത്താര. എനിക്ക് എൻ്റെ സമയത്തിനാണ് ഞാൻ ഏറ്റവും വില കൊടുക്കുന്നത്. അത് എൻ്റെ ഒരു മോശം ക്യാരക്ടറിൽ എൻ്റെ എല്ലാ മോശം ക്യാരക്ടറുകളുടെയും ലിസ്റ്റിലെ ഏറ്റവും മുകളിലത്തെ പലകയാണ് ഈ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് റിയലൈസ് ത്രൂ ദി ഇയേഴ്സ് ഞാൻ എൻ്റെ സമയത്തിന് കൊടുക്കുന്ന വില പലപ്പോഴും എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നവരുടെ സമയത്തിന് കൊടുത്തിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ആൻഡ് ദാറ്റ്സ് സംതിങ് വിച്ച് ഐ റിഗ്രറ്റ്. കാരണം അത് സംഭവിച്ചു എന്നുള്ള സത്യമാണ്. കാരണം എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്ന, അല്ലെങ്കിൽ ഞാൻ ചെയ്യാമെന്നേറ്റിട്ട് ഞാൻ ചെയ്യാതെ പോയ സിറ്റുവേഷൻസ് ഒരുപാട് എണ്ണിയെടുക്കാൻ പറ്റാത്തത്രയും സിറ്റുവേഷൻസ് ഈ കഴിഞ്ഞ 40 വർഷം, അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ 20 വർഷത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിലുള്ള മെയിൻ ഡിഫറൻസ്, ഇപ്പോൾ ഞാൻ അതിനെ അക്നോളജ് ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഞാൻ അതിനെ ഡിഫെൻഡ് ചെയ്യുമായിരുന്നു, വളരെ സിവിയറായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അതിനിപ്പോൾ എന്താ, എനിക്ക് വേറെ ഇതുണ്ടായിരുന്നു. അതിൽ നിന്നൊന്ന് മാറിയിട്ട് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഐ ബിക്കം എ പേഴ്സൺ വേറെ എനിക്കത് അക്നോളജ് ചെയ്യാനുള്ളൊരു മനസ്സിലേക്ക് വൈകിയാണെങ്കിലും ഇപ്പോൾ സാധിക്കുന്നുണ്ട്. പക്ഷേ അതായിരിക്കും എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഹരീഷിന് എന്തെങ്കിലും സ്വയം ഇൻട്രോസ്പെക്ഷനിൽ എന്തെങ്കിലും തിരുത്തണം എന്ന് പറയാറുണ്ടോ? ഈ ഒരു കാര്യം തിരുത്തണം. 2 കാര്യങ്ങളാണ് എനിക്ക് തിരുത്തണം എന്ന് ഏറ്റവും ആഗ്രഹമുള്ളത്. ഒരെണ്ണം ഇത്, രണ്ടാമത്തേത് അപ്രിയ സത്യങ്ങൾ പറയാനുള്ള കഴിവ് അതില്ല. അപ്രിയ സത്യങ്ങൾ പറയാനുള്ള കഴിവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രിയ സത്യങ്ങളെക്കാളും അരപ്പൊളികൾ പറഞ്ഞ് ശീലിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് അപ്രിയ സത്യങ്ങൾ പറയാനുള്ള ഒരു കോൺഫിഡൻസ്, അതൊരു പേഴ്സണാലിറ്റി ഷിഫ്റ്റാണ്. ആലോചിച്ച് നോക്കൂ. ഞാനത് ആലോചിച്ചത്, ഹരീഷേട്ടനെ നമ്മൾ അങ്ങനെയാണല്ലോ മനസ്സിലാക്കുന്നത്. ഹരീഷേട്ടൻ എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് പറയുക ഇല്ലടോ, അത് വെട്ടി തുറന്നൊരു പബ്ലിക് ഡൊമൈനിൽ പറയുന്നത് നമ്മളെ ഡീപ്പായിട്ട് നമ്മളുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളാണെങ്കിലും കുടുംബത്തിലുള്ള ആരാണെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നൊരു ഒരു ആസ്പെക്റ്റാണത്. ആൻഡ് ഐ വിൽ ഫൈൻഡ് ബേസിക്കലി നുണയെന്നതിനേക്കാളും ഞാൻ കവറപ്സ് സൃഷ്ടിക്കും. ആൻഡ് എൻ്റെ കവറപ്സ് ഭയങ്കര വേഫർ തിൻ ആയിട്ടുള്ള കവറപ്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു കൊച്ചു കുഞ്ഞിന് പോലും വളരെ എളുപ്പത്തിൽ അത് ഒരു സൃഷ്ടിക്കപ്പെടുന്ന കവറപ്പാണ് എന്ന് മനസ്സിലാക്കി, അങ്ങനെ കവറപ്സ് ആളുകളിൽ വിഷമം ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എന്താ പറയുക, ഒരു കറക്ഷൻ, ഒരു റെമഡി ചെയ്യണം എന്നുള്ളൊരു പോയിന്റിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹരീഷേട്ടന് എന്താ പറയുക, നമ്മളിപ്പോൾ ഇന്നത്തെ കോൺവെർസേഷൻ ഇങ്ങനെ ഒരു പോസ് കൊടുക്കണ മാതിരി പറയട്ടെ ഞാൻ ചോദിക്കില്ല. ഹരീഷേട്ടനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഹരീഷേട്ടന് ആരോഗ്യത്തെക്കുറിച്ചിട്ട് കൺസേൺസ് ഉണ്ടായിരിക്കും. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് പലതവണ. ഹരീഷേട്ടൻ തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അതെങ്ങനെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ഇപ്പോൾ ഈ സ്വപ്നങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന ആളാണെന്ന് പറഞ്ഞു ഹരീഷേട്ടൻ. അതൊക്കെ കൂടിയായിട്ട് എങ്ങനെയാണ് ഇനിയുള്ള സമയത്തിനെ കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് അമേസിങ് അല്ലേ, താങ്ക്സ് ഫോർ ആസ്കിങ്. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് പലരെയും പോലെ എനിക്ക് എന്താ പറയുക, ഐ കുഡ് ഹവ് അവോയ്ഡഡ് ദ സിറ്റുവേഷൻസ് ദാറ്റ് ഐ വെൻറ്റ് ത്രൂ. അറ്റ്ലീസ്റ്റ് ഫിസിക്കൽ ഹെൽത്തിന് എൻ്റെ തന്നെ ശ്രദ്ധ കുറവുണ്ടോ, അല്ലെങ്കിൽ കുറേയൊക്കെ ഭാഗ്യക്കേടെന്നൊക്കെ, ഭാഗ്യത്തിലൊക്കെ വിശ്വസിക്കുന്നവർക്ക് ഭാഗ്യക്കേടെന്നൊക്കെ പറയാം. എനിക്ക് സിവിയർ നഷ്ടബോധം ഫീൽ ചെയ്യുന്ന പറഞ്ഞാണ്. കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടിയും ആരോഗ്യവാനായിട്ട് നിൽക്കാമായിരുന്നു. ഇക്കണ്ട ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാമായിരുന്നു. ഈ ഒരു 10-18 മരുന്നൊക്കെ ഡെയിലി കഴിക്കുന്ന അവസ്ഥയാണ്. ഒരു ജീവിതകാലം മുഴുവൻ അത് കഴിക്കും വേണം എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളൊരു സിവിയർ സെൻസ് ഓഫ് എന്താ പറയുക, ഒരു ആങ്കർ കമ്പൈൻഡ് വിത്ത് ഒന്നും ശ്രദ്ധിക്കാൻ വരുന്നില്ലേ ഹരീഷ എന്ന് സ്വയം തോന്നുന്ന ഒരു ഇഷ്യൂ ആണ് എനിക്ക് ഈ ഹെൽത്ത്. പക്ഷെ അതിൽ നിന്ന് ഞാൻ പഠിച്ചത്, ഐ ആം അലൈവ് ടു ടെൽ ദി സ്റ്റോറി. ഐ തിങ്ക് ദാറ്റ് മാറ്റേഴ്സ്. മരിച്ചു പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഓരോരോ ഒബിച്വറി ആയി മാറിയേനെ. ഇത് വെറും ഒരു ചരമക്കുറിപ്പോ അല്ലെങ്കിൽ ആരെങ്കിലും എഴുതുന്ന ഒരു ഓർമ്മക്കുറിപ്പോ ആയി മാറുന്നതിന് പകരം ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് സിത്താരയുടെ മുമ്പിലിരുന്നത് പറയാൻ പറ്റുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ട്രയംഫ്. അതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഇനി മുൻപോട്ടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, ഐ നീഡ് ടു മാക്സിമൈസ് ദി അവൈലബിൾ ടൈം. എവ്രിബഡി ഹാസ്, നമുക്കെല്ലാം
ഒരു അവൈലബിൾ ടൈം ഉണ്ട്. വളരെ നൈഹിലിസ്റ്റായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ജനനത്തിൻ്റെ പർപ്പസ് തന്നെ മരണമാണ് എന്ന് പറയുന്ന തരത്തിൽ നമുക്ക് ആലോചിച്ച് അങ്ങനെ നോക്കിയാൽ ഒരു അന്തവും കുന്തവും കിട്ടില്ല. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരു സ്റ്റിപ്പുലേറ്റഡ് സമയമുണ്ടല്ലോ. അപ്പോൾ ആ സമയം മാക്സിമൈസ് ചെയ്യാനാണ് സിത്താര ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. എനിക്ക് അനുവദിച്ച് തരപ്പെട്ടിരിക്കുന്ന ആ സമയം, അതാണ് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി. ഞാൻ എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്. എനിക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന സമയം ആദ്യം എനിക്ക് എന്നെ സന്തോഷിപ്പിക്കണം. എൻ്റെ സ്വന്തം ഹാപ്പിനെസ്, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്നെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ മാക്സിമം കുറയ്ക്കുക, എന്നെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഇടപെടുന്നത് മാക്സിമം കുറച്ചിട്ട് എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ വളരെ സ്വാർത്ഥനായിട്ട് ചിന്തിക്കുന്ന ഒരു സമയത്തിനാണ്. ആ സ്വാർത്ഥത എനിക്ക് നല്ല രീതിക്ക് തന്നെ ഉണ്ട്. ഞാൻ വളരെ സെൽഫിഷായിട്ട് എനിക്ക് വേണ്ടി ഓപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്. ആൻഡ് ഐ എം നോട്ട് സോറി ഫോർ ദാറ്റ്. ഐ ഹാവ് ടു ഡു ദിസ്. വളരെ സ്വാർത്ഥമായിട്ട് എനിക്ക് വേണ്ടി ഞാൻ ഓപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നത് try to stay healthy. I think it's important. But every day നമ്മളിപ്പോൾ ഉള്ള ഇന്നുൾപ്പെടെ, ഈ നിമിഷം ഉൾപ്പെടെ, നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസം ഉൾപ്പെടുന്ന സമയത്ത് ഞാൻ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ശരി തെറ്റുകളും ന്യായാന്യായങ്ങളും ഡിഫൈൻ ചെയ്യുന്നത് ലാർജ് രീതിയിൽ ഞാൻ തന്നെയാണ്. കഴിയുന്നതും എൻ്റെ തീരുമാനങ്ങൾ കൊണ്ടോ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ കൊണ്ടോ എനിക്ക് ചുറ്റുമുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത് ഒഴിവാക്കാനും അതിനുവേണ്ടി അപ്പോളജറ്റിക് ആവാനും ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടി തന്നെയാണ് ഞാനിപ്പോൾ ഓപ്റ്റിമൈസ് ചെയ്യുന്നത്, എൻ്റെ ഹാപ്പിനെസ്സിനും. അപ്പോൾ എൻ്റെ ഹാപ്പിനെസ് നാച്ചുറലി ബിക്കംസ് മൈ ഫാമിലീസ് ഹാപ്പിനെസ്. ഐ മീൻ ലൈക്ക് ഞാൻ അൺഹാപ്പി ആയിട്ട് എൻ്റെ ഫാമിലി ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നൊരു സാഹചര്യം ഇല്ലല്ലോ. ആലോചിച്ച് നോക്കും. എനിക്ക് സന്തോഷം ഉണ്ടെങ്കിലേ എൻ്റെ മകൾക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ അമ്മമ്മയ്ക്കും സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഇന്നേറ്റ്ലി ഞാൻ സന്തോഷമുള്ള ഒരാളായിരിക്കണം. അപ്പോൾ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. എനിക്ക് ഇമോഷണലി, ഫിസിക്കലി, മെൻ്റലി എനിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ഇപ്പോൾ എൻ്റെ ശ്രദ്ധ പോകുന്നത്. 10 വർഷം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. കുറച്ചും കൂടിയും കൺവെൻഷണൽ പ്ലാനിംഗ് ഒക്കെ ആയിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്യാവൂ, ഇങ്ങനെയൊന്നും മുൻപോട്ടേക്ക് ഇങ്ങനെ അല്ല. അതിൽ നിന്നൊക്കെ മാറി ഇന്ന് കഴിയുമ്പോൾ ഐ ഹാവ് ടു ഗെറ്റ് ടു ബെഡ് വെരി കണ്ടെൻറ്റഡ്. കാരണം നാളെ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ആണ് നാളെ രാവിലത്തെ. 2017 തൊട്ട് ഞാൻ ഡെയിലി ബേസിസിലാണ് ജീവിക്കുന്നത്. എനിക്കിപ്പോൾ പ്ലാൻ ഇന്നത്തേക്കുള്ള പ്ലാനേ ഉള്ളൂ. ആഗ്രഹങ്ങളുണ്ട് 10 വർഷത്തിന് ശേഷം മോളെ കോളേജിൽ പറഞ്ഞയക്കണമെന്നും അവളുടെ ഗ്രാജുവേഷൻ പാർട്ടിക്ക് പോകണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പ്ലാനില്ല. പ്ലാൻ ഇപ്പം ഇന്ന് വൈകുന്നേരം ഒരു 8 മണി വരെയുള്ള പ്ലാനേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള പ്ലാൻ 8 മണിക്ക് ഉണ്ടാക്കണേ. അങ്ങനെ ആയി ഞാൻ. എസ്പെഷ്യലി എൻ്റെ 2ാമത്തെ മേജർ ഹെൽത്ത് ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷം. ഇറ്റ് ഈസ് ഡിസ്കംഫർട്ടിങ് ഫോർ പീപ്പിൾ അറൗണ്ട് മീ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഐ എം ലിവിങ് ലൈക്ക് ദാറ്റ്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ. പീപ്പിൾ വിൽ നോ. ഞാനുള്ളതല്ലേ ഇല്ലാത്തതിനേക്കാളും നല്ലത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ തുടരുന്നത്. ഇന്ന് ഹരീഷ് ചേട്ടന് ഭംഗിയായിട്ട് ഉറങ്ങാനും നാളെ അതിലും തെളിച്ചത്തോടെ എണീക്കാനും പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.